Hi all, welcome to ECS online class. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നത് ഹൗ മെനി സ്ക്വയർസ് അല്ലേ? അതിന് പേജ് നമ്പർ 36 അല്ലേ? ഇനി നോക്കിക്കേ, ഹൗ ബിഗ് ഈസ് മൈ ഹാൻഡ്? എന്റെ കൈ എത്ര വലുതാണ്? Trace your hand on a square sheet on the next page. ഈ പേജില് നിങ്ങളുടെ കൈയുടെ ട്രേസ് വരയ്ക്കാൻ കണ്ടില്ലേ? കൈ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ട്രേസ് ഇങ്ങനെ വരയ്ക്കുക. നിങ്ങളുടെ കൈയുടെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, തമ്പിൾ പിഴ 5 ഫിംഗേഴ്സ് വരുന്ന റിസ്റ്റ് വരെയുള്ളതിന്റെ ഷേപ്പ് ഈ ട്രേസിൽ വരയ്ക്കാം, ഈ ബുക്കിൽ വരയ്ക്കാം. ഓക്കെ, ഇനി ഹൗ വിൽ യു ഡിസൈഡ് ഹൂസ് ഹാൻഡ് ഈസ് ബിഗർ, യുവർ ഹാൻഡ് ഓർ യുവർ ഫ്രണ്ട്സ് ഹാൻഡ്? അങ്ങനെയെങ്കിൽ നിങ്ങളുടേതാണോ നിങ്ങളുടെ സുഹൃത്തിന്റേത് കൈയാണോ അതിന്റെ ഏരിയ ആണോ അതാണ് ഏറ്റവും വലിയ കൈ ആരുടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് യുവർ ഹാൻഡ്? നിങ്ങളുടെ കൈയുടെ ഏരിയ എന്താണ്? ഡാഷ് സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് യുവർ ഫ്രണ്ട്സ് ഹാൻഡ്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ കൈയുടെ ട്രേസ് വരയ്ക്കണം, എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തിന്റെ കൈയുടെ ട്രേസ് വരയ്ക്കണം. വീട്ടിലിപ്പോ സുഹൃത്തുക്കൾ ആരെയില്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ അനിയത്തിയുടെയോ അനുജന്റെയോ ഇക്കാടെയോ ഇത്തിയുടെയോ ആരുടെയും കൈയുടെ ട്രേസ് വരയ്ക്കണം കേട്ടോ. എന്നിട്ടോ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഈ ഏത് പേപ്പറിലാണ് എങ്ങനത്തെ ഷീറ്റിലാണ് ട്രേസ് വരയ്ക്കേണ്ടത്? കൊച്ചു പിള്ളേരുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികളുടെ ഒരു ചെക്ക് ബുക്ക് കണ്ടോ? 1 സെന്റിമീറ്റർ ഓരോ കോളംസ് ഇങ്ങനെ വരുന്ന ചെക്ക് ബുക്ക് കണ്ടോ? 1 സെന്റിമീറ്റർ വൈഡ് ലെങ്ത്തും 1 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഓരോ കുഞ്ഞു ലൈൻസ് വരുന്ന ചെക്ക് ബുക്ക് കണ്ടിട്ടില്ലേ? 1 സെന്റിമീറ്റർ ലെങ്ത് ആണ് ഓരോ ബോക്സിന്റെയും ലെങ്ത് 1 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 1 സെന്റിമീറ്റർ, ഇതിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് സെന്റിമീറ്റർ, അങ്ങനെ കോളംസ് ഫോം ചെയ്ത് സ്ക്വയർസ് ഫോം ചെയ്ത് ചെക്ക് ബുക്ക് കണ്ടിട്ടില്ലേ? ആ ചെക്ക് ബുക്കില് അങ്ങനത്തെ ബുക്കില് അതുപോലത്തെ ഒരു ഫിഗർ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളുടെ സുഹൃത്തിന്റെ കൈ 2 വടം കൈ വരയ്ക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ ചെക്ക് ബുക്ക് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളൊരു പ്ലെയിൻ ഷീറ്റില് ഒരു വരയൊന്നുമില്ലാത്ത പ്ലെയിൻ ഷീറ്റിൽ 1 സെന്റിമീറ്റർ ലെങ്ത് ആൻഡ് 1 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന സ്ക്വയർസ് വരുന്ന ഇങ്ങനത്തെ ചെക്ക് ബുക്ക് ഒന്നെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റിൽ വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരുടെയും കൈ ഇവിടെ വരയ്ക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്കറിയാം, നമ്മുടെ സ്ക്വയറിൻ്റെത്, റെക്റ്റാങ്കിളിൻ്റെത്, ട്രയാങ്കിളിൻ്റെത്, അങ്ങനെ ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളതിനെല്ലാം ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഇല്ലേ? നമുക്കറിയാം സ്ക്വയറിന്റെ എന്താണ്? സൈഡ് എ ആണെങ്കിൽ എ സ്ക്വയർ, റെക്റ്റാങ്കിളിന്റെയോ എൽ ലെങ്തും ബി ബ്രെഡ്ത്തും വരുന്ന റെക്റ്റാങ്കിളിന്റെയോ എൽ ഇൻറ്റു ബി അല്ലേ? അങ്ങനെ നമുക്ക് ഓരോ ഷേപ്സ്, ഡെഫിനിറ്റ് ഷേപ്സ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ബൗണ്ടറി ഉള്ളതിനെല്ലാം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ കൈയുടെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? അതെങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളുടെ കൈ വരച്ചാൽ ഏകദേശം ഇങ്ങനെ കർവും അല്ലെ, ഇങ്ങനെ കർവുകളും ഒക്കെ വരത്തില്ലേ? അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാവും? അത് നല്ല ഇക്വേഷൻസ് എല്ലാം ഉണ്ടോ? ഇല്ലല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൈയുടെ ഏരിയ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡ് ആണത്. ഇതുപോലുള്ള ചെക്ക് ലൈൻസിനകത്ത് നിങ്ങളുടെ കൈയുടെ ട്രേസ് ആദ്യമേ വരയ്ക്കണം. എന്നിട്ട് കുറച്ച് വിദ്യകളുണ്ട്. കൈയുടെ ഏരിയ കണ്ടുപിടിക്കാൻ കുറച്ച് വിദ്യകളുണ്ട്. അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം. പക്ഷെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കൈയുടെ എല്ലാം പല അളവായിരിക്കും അല്ലേ? മിസ് ഇപ്പൊ ക്ലാസ് റൂം അല്ല, മിസ് ഇപ്പൊ ഒരു വീഡിയോ മിസ്സിന്റെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാവരുടെ ഏരിയ കണ്ടുപിടിച്ച് പലർക്കും ചിലപ്പോൾ കുറച്ച് വലിയ ഏരിയ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ഏരിയ ആയിരിക്കും, പല വ്യത്യാസങ്ങളുണ്ടാവും അല്ലെ? കൈയുടെ അളവുകൾക്ക് പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ എല്ലാവരുടെയും ഹാൻഡിന്റെ ട്രേസ് കണ്ടുപിടിച്ച് ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് റൂം അല്ലാത്തതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ് അല്ലെ? ക്ലാസ് റൂം അല്ലാത്തതുകൊണ്ട് കുറച്ച് റിസ്ക് വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മിസ് പഠിപ്പിച്ചു തരാം. അത് വെച്ചിട്ട് എല്ലാവരും അവരവരുടെ കൈയുടെയും അല്ലെങ്കിൽ അവരവരുടെ സിബ്ലിങ്സിന്റെ, ഒന്നെങ്കിൽ ഇക്ക ഇത്ത അല്ലെങ്കിൽ അനിയൻ അനിയത്തി ആരുടെയെങ്കിലും അവരുടെ നിങ്ങളുടെ സിബ്ലിങ്സിന്റെയും കൈയുടെ ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടെക്സ്റ്റിലുള്ള അടുത്തൊരു പടം എടുത്ത് പേജ് നമ്പർ 39 കണ്ടില്ലേ? ഇത് കൈയുടെതല്ല, ഇത് ടൈഗറിന്റെ ഫുട് പ്രിന്റ്സ് ആണ്. ഒരു ടൈഗറിന്റെ കാലിന്റെ ട്രേസ് ആണ്. കണ്ടില്ലേ? എന്ത് ക്ലിയർ ആയിട്ട്, എന്ത് പക്കായിട്ടല്ല അതിനെ ചെയ്തേക്കുന്നത്. നോക്കിക്കേ,
4 വിരലുകള്, ഇത് വലിയൊരു കാൽപാദം കണ്ടില്ലേ? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മിസ് പഠിപ്പിച്ചത്. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങളുടെ കൈ വരച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ടെക്സ്റ്റിലുള്ള ഈ ഫിഗർ എത്തി എല്ലാവരും. പേജ് നമ്പർ 39 നമുക്ക് നോക്കാം. ഒരു എക്സാക്ട് ഒരു ഷേപ്പ് അല്ല അല്ലെ, നമ്മുടെ കൈ എന്ന് പറയുന്ന പോലെ തന്നെ എക്സാക്ട് ഒരു ഷേപ്പ് അല്ല അല്ലെ. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റൗണ്ട് ആണ്, ചിലപ്പോൾ ഓവൽ ആണ് അല്ലെ, സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാംഗിളോ അല്ലെങ്കിൽ ട്രയാംഗിളോ ഒന്നുമല്ല ഇക്വേഷൻസ് വെച്ച് ചെയ്യാൻ അല്ലെ. പകരം നമുക്ക് തന്നേക്ക് എന്താണ്, ഒരു ചെക്ക് ബുക്കിൽ അല്ലെ 1 സെന്റിമീറ്റർ ലെങ്തും 1 സെന്റിമീറ്റർ വിഡ്ത്തും വരുന്ന കുറെ സ്ക്വയേഴ്സ് ഉള്ള ഒരു ചെക്ക് ബുക്കിലാണ് ഇതിന്റെ ഫുട് പ്രിന്റിന്റെ ട്രേസ് വരച്ചേക്കുന്നത് അല്ലെ. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇതിന്റെ ഏരിയ, ഈ ടോട്ടൽ ഇത് എത്ര ഏരിയ, ഇതിന്റെ എല്ലാത്തിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എനി ഐഡിയ? എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കെങ്കിലും? എനി ഐഡിയ? ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് മിസ് പറഞ്ഞത്, ഫസ്റ്റ് നമ്പർ കൊടുക്കാം. എന്താണ്? എ. ഫസ്റ്റ് ഈ റൗണ്ടിന് എ, ദിസ് റൗണ്ട് ഇസ് എ കണ്ടോ. ആൻഡ് സെക്കൻഡ് റൗണ്ട് ഇസ് ബി. പേര് കൊടുത്തേ എ, ബി, സി, ഡി. ആൻഡ് ഈ വലിയ റൗണ്ടോ ഇ. ഫസ്റ്റ് റൗണ്ട് എ, സെക്കൻഡ് റൗണ്ട് ബി, ആൻഡ് തേർഡ് റൗണ്ട് സി, ആൻഡ് ഫോർത്ത് റൗണ്ട് ഇ, ആൻഡ് ഫിഫ്ത് ബിഗ് റൗണ്ട് ഇ. പേര് കൊടുത്തല്ലേ. അപ്പൊ എന്തെന്ന് വിളിക്കാം? ഫസ്റ്റ് റൗണ്ടിന് എ, ബി, സി, ഡി, ഇ ആണ്. മൊത്തം 5 റൗണ്ട്സ് ഉണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഓരോത്തിന്റെ ബൗണ്ടറി വരച്ചേക്കുമ്പോഴേ ഒരുപാട് സ്ക്വയേഴ്സ് ഉണ്ട് അതിന്റെ അകത്ത്. ഫസ്റ്റ് എ നോക്കിക്കേ, അതിന്റെ അകത്ത് ഇഷ്ടം പോലെ സ്ക്വയേഴ്സ് കിട്ടും അല്ലെ. ചില സ്ക്വയേഴ്സിന്റെ പകുതി കൂടെ ബൗണ്ടറി പോയിട്ടുണ്ട് അല്ലെ. കണ്ടില്ലേ മിസ്? ആ എ എന്ന ഫസ്റ്റ് ഫിഗർ, ആ ഫസ്റ്റ് ഫിഗർ എക്സാക്ട് അല്ല, എന്നാലും മിസ് റൗണ്ട് വരച്ചേക്കും ഒരു ചെക്ക് ബുക്കില്. കണ്ടില്ലേ? ആ സെയിം അത് തന്നെ അല്ല, മിസ് ഒരെണ്ണം റൗണ്ടിനെ വരച്ചേക്കാം. ഇതിൽ എങ്ങനെയാണ് ഏരി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മിസ് ആദ്യം പറഞ്ഞുതരാം. നോക്കിക്കേ, ചില കംപ്ലീറ്റ് സ്ക്വയേഴ്സ് കാണാൻ പറ്റും അല്ലെ. ഇതൊരു കംപ്ലീറ്റ് സ്ക്വയർ കണ്ടില്ലേ? എന്റെ ഈ ബൗണ്ടറിയുടെ അകത്ത്, ഈ റൗണ്ട് എന്ന ബൗണ്ടറിയുടെ അകത്ത് ഫുൾ സ്ക്വയർ കിട്ടിയത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 കണ്ടില്ലേ? ഫുൾ സ്ക്വയർസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 അല്ലേ. 4 ഇവിടെ ഒന്നുണ്ട് 4 കണ്ടില്ലേ? ഈ 4 സ്ക്വയർസും ഫുൾ ഇത് ഈ ബൗണ്ടറിയുടെ അകത്തുണ്ട് അല്ലെ. ഇനി ചില സ്ക്വയർസിന്റെ പകുതി ഭാഗങ്ങളുണ്ട് അല്ലെ. ഇത് നോക്കി, ഈ സ്ക്വയറിന്റെ പകുതി ഭാഗം അല്ലേ. കണ്ടില്ലേ? ഈ ലൈൻ പോയിരിക്കുന്നത് ഈ സ്ക്വയറിന്റെ പകുതി ഭാഗം. കംപ്ലീറ്റ് എത്ര സ്ക്വയർസ് ഉണ്ട്? കംപ്ലീറ്റ് സ്ക്വയർ എത്ര ഉണ്ട്? കംപ്ലീറ്റ് സ്ക്വയർ 4 എണ്ണമുണ്ട്. ഇനി പകുതി പോയത് എത്ര സ്ക്വയർസിന്റെ ആണ് നോക്കി? 1, 2, 3. ഹാഫ് സ്ക്വയർസോ ഈ ഫിഗറിൽ 3 ഉണ്ട് അല്ലെ. ഇനി മുക്കാൽ ഭാഗം, ഇനി എന്താണ്? മോർ ദാൻ ഹാഫ് കവർ ചെയ്യുന്ന എത്ര സ്ക്വയർസ് ഉണ്ടാവും? ഈ സ്ക്വയർ കണ്ടില്ലേ? ഈ സ്ക്വയർ മോർ ദാൻ മുക്കാൽ ഭാഗവും ഈ ഇതിന്റെ ബൗണ്ടറി കവർ ചെയ്തിരിക്കുക അല്ലെ. സോ മോർ ദാൻ ഹാഫ് വരുന്ന എത്ര ഉണ്ട്? 1. മുക്കാൽ ഭാഗം അതേ ഉള്ളൂ അല്ലെ. 1. ഇനി ചില സ്ക്വയർസിന്റെ പകുതി പോലും ഇല്ലാതെ കണ്ടില്ലേ? പകുതി പോലും, ഈ സ്ക്വയറിന്റെ പകുതി പോലും എടുത്തിട്ടില്ല ഇവിടെ. പിന്നെ നമുക്ക് ഈ സ്ക്വയറിന്റെ പകുതി പോലില്ല, ഹാഫ് പോലില്ല. ഈ സ്ക്വയറിന്റെ ഹാഫ് ഇല്ല, ഈ സ്ക്വയറിന്റെ ഹാഫ് പോലും 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 ഇല്ല അല്ലെ. നമുക്ക് എക്സാക്ട് ആയിട്ട് 4 കംപ്ലീറ്റ് സ്ക്വയേഴ്സ് ഉണ്ട് ഇതിനകത്ത് അല്ലെ. ഈ ബൗണ്ടറിയുടെ അകത്ത് എക്സാക്ട് ആയിട്ട് 4 കംപ്ലീറ്റ് സ്ക്വയേഴ്സ് കിട്ടും. ഹാഫ് ഫിൽഡ് സ്ക്വയേഴ്സ് വരുന്നത് എവിടെയാണ്? 3 ഹാഫ് ഫിൽഡ് സ്ക്വയേഴ്സ് വരും. മോർ ദാൻ ഹാഫ് വരുന്നത് ഈ ഫിഗറിനകത്ത് 1 ആണ് അല്ലെ. ഈ ഫിഗറിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. കംപ്ലീറ്റ് സ്ക്വയർ 4 ഉണ്ട്, ഹാഫ് സ്ക്വയർ 3 ഉണ്ട്, മോർ ദാൻ ഹാഫ് 1 ഉണ്ട്. ഇനി അതുപോലെ ഈ എയുടെ അകത്ത് എത്ര കംപ്ലീറ്റ് സ്ക്വയേഴ്സ് വരുന്നുണ്ടോ? കംപ്ലീറ്റ് എയുടെ അകത്ത് എത്ര കംപ്ലീറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്? കൗണ്ട് ചെയ്ത് നോക്കാം. 5 നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയേഴ്സ് കാണാൻ പറ്റും. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇനി ഹാഫ് ഫിൽഡ് സ്ക്വയേഴ്സ് എത്ര വരുന്നുണ്ട്? ഹാഫ് ഫിൽഡ് 3 ഹാഫ് ഫിൽഡ് സ്ക്വയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, 3 നമ്പർ ഓഫ് ഹാഫ് ഫിൽഡ് സ്ക്വയേഴ്സ് വരുന്നുണ്ട്. ഇനി
മോർ ദാൻ ഹാഫ് ഫിൽഡ് സ്ക്വയർസ് എത്ര വരുന്നുണ്ട്? ഈ എയില് എത്ര പകുതിയെക്കാട്ടി കൂടുതൽ എയുടെ ബൗണ്ടറി കടന്നിരിക്കുന്ന സ്ക്വയർസ് എത്ര ഉണ്ട്? മോർ ദാൻ ഹാഫ് ഫിൽഡ് 7 നമ്പർ വരുന്നുണ്ട്. എല്ലാവരും എ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് എത്ര സ്ക്വയർസ്, എത്ര ഫുൾ സ്ക്വയർസ് എയുടെ അകത്തുണ്ട്? എത്ര ഫുൾ സ്ക്വയർസ് ഉണ്ട്? 5 ഉണ്ട്. എത്ര ഹാഫ് ഫിൽഡ് സ്ക്വയർസ് ഉണ്ട്? ഒന്ന് കൗണ്ട് ചെയ്തേ. 3 ഹാഫ് ഫിൽഡ് സ്ക്വയർസ് ഉണ്ട്. ആൻഡ് എത്ര മോർ ദാൻ ഹാഫ് ഫിൽഡ് സ്ക്വയർസ് എയുടെ അകത്ത് കാണാൻ സാധിക്കും? 7 നമ്പർ. ഇനി തീരെ ഹാഫ് പോലും ഇല്ലാത്ത സ്ക്വയർസും ഇങ്ങനത്തെ കാണാൻ സാധിക്കും കേട്ടോ. അത് നെഗ്ലക്ട് ചെയ്യുക, അതിനെ വിടുക. ഓക്കെ, അത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഹാഫ് പോലും ഇല്ലാത്ത ബൗണ്ടറി കടന്നു പോകുന്ന സ്ക്വയർസ് ഇതിനകത്തുണ്ട്, പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നോക്കാം. എയുടെ അകത്ത് നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയർസ് എത്രയാണ്? 5. നമ്പർ ഓഫ് ഹാഫ് ഫിൽഡ് സ്ക്വയർസ് ഓഫ് 3 and number of more than half filled squares of കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്ത് നോക്കിയാൽ മിസ് ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, എത്ര ഹാഫ് ഫിൽഡ് സ്ക്വയർസ് ഉണ്ട്, എത്ര മോർ ദാൻ ഹാഫ് ഫിൽഡ് സ്ക്വയർസ് ഉണ്ട്, ആൻഡ് എത്ര കംപ്ലീറ്റ് സ്ക്വയർസ് ഉണ്ട് എന്നുള്ള കൗണ്ട് എഴുതുക. ഓക്കെ, ഇനി 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 ബിയുടെ അകത്ത് നോക്കിക്കേ. ഷേപ്പ് ബി എത്ര കംപ്ലീറ്റ് ഫിൽഡ് സ്ക്വയർസ് ഈ ബിയുടെ അകത്ത് കാണാൻ സാധിക്കും? 1 2 3 4 5 6 7. എത്രയുണ്ട്? 7 ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് സ്ക്വയർസ് ബിയുടെ അകത്ത് 7 ഉണ്ട്. ഹാഫ് ഫിൽഡ് സ്ക്വയർസ് എത്രയുണ്ട്? ഹാഫ് ഫിൽഡ് സ്ക്വയർ ആകെപ്പാടി താഴത്ത് വരുന്ന ഒന്ന് അല്ലേ? 1. ആൻഡ് മോർ ദാൻ ഹാഫ് ഫിൽഡ് സ്ക്വയർസ് വരുന്നതോ 5 ഉണ്ട്. എങ്ങനെയാണ്? പകുതിയെക്കാട്ടി കൂടുതൽ എ ബിയുടെ ബൗണ്ടറി കടന്നു പോകുന്ന സ്ക്വയർസ് എത്ര ഉണ്ട്? നമ്പർ 5 ഉണ്ട്. ഓക്കെ, ബിയുടെ ടോട്ടൽ സ്ക്വയർസ് എത്ര അകത്ത് ടോട്ടൽ ഫിൽ ചെയ്തിരിക്കുന്ന സ്ക്വയർസ് ടോട്ടൽ 7 ഉണ്ട്. ഹാഫ് ഫിൽഡ് സ്ക്വയർസ് താഴത്തൂടെ മാത്രം പോയേക്കുന്ന 1 ഹാഫ് ഫിൽഡ് സ്ക്വയറേ ഉള്ളൂ. മോർ ദാൻ ഹാഫ് ഓഫ് 5 നമ്പേഴ്സ് കാണാൻ സാധിക്കും. ഒന്ന് ഇവിടെ, 1 2 3 4 5 കണ്ടില്ലേ? ടോട്ടൽ 5 നമ്പേഴ്സ് കാണാൻ സാധിക്കും. സോ ബിയുടെ കാര്യം മനസ്സിലായില്ലേ? ഇനി സിയുടെ കാര്യം നോക്കിക്കേ. 1 2 3 4 എത്ര ഫുൾ ഫിൽ സ്ക്വയർസ് ഉണ്ട്? കംപ്ലീറ്റ് സ്ക്വയർസ് എത്ര ഉണ്ട്? 6 ഉണ്ട്. 1 2 3 4 5 6 ഉണ്ട്. കണ്ടില്ലേ? ഇനി എത്ര ഹാഫ് ഫിൽഡ് കാണും? 1. ആൻഡ് എത്ര മോർ ദാൻ ഹാഫ് ഫിൽഡ്? 8. ഡിയുടെ കാര്യം നോക്കിക്കേ. എത്ര കംപ്ലീറ്റ് സ്ക്വയർസ് ഉണ്ട്? 5. എത്ര ഹാഫ് ഫിൽഡ്? 4. ആൻഡ് എത്ര മോർ ദാൻ ഹാഫ് ഫിൽഡ്? And that is, sorry, എത്ര ഹാഫ് ഫിൽഡ്? 1 and more than half 4. കംപ്ലീറ്റ് സ്ക്വയർസ് ഓഫ് 5 ഉണ്ട്. ഇനി ഈയുടെ അകത്ത് എത്ര കംപ്ലീറ്റ് ഫിൽഡ് സ്ക്വയർസ് ഉണ്ട്? എല്ലാരും കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 98. ഇനി എത്ര ഹാഫ് ഫിൽഡ്? 8. ആൻഡ് എത്ര മോർ ദാൻ ഹാഫ് ഫിൽഡ്? 14. ഇപ്പോഴും എല്ലാവർക്കും ചെറിയൊരു സംശയം വരും, എങ്ങനെയാണ് മിസ് ഇത് കൗണ്ട് ചെയ്തേക്കുന്നതെന്ന്, എങ്ങനെയാണ് ഇതിന്റെ ബൗണ്ടറി നോക്കേണ്ടത്. മിസ് കുറച്ച് ഇതിന്റെ വർക്ക്ഔട്ട് മിസ് ഈ പേജിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് എത്ര സ്ക്വയർസ് ഉണ്ട്, എത്ര ഫുൾ ഫിൽഡ് സ്ക്വയർസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് മിസ് കുറച്ച് ബൗണ്ടറീസ് ഈ ഓരോ ഷേപ്പിനകത്തും വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ മിസ് ഇട്ടുതരാം, ഗ്രൂപ്പിൽ ഇട്ട് തരും. അതെല്ലാവരും കണ്ട് മനസ്സിലാക്കി അവരവരുടെ ടെക്സ്റ്റിൽ വരയ്ക്കണം. ടെക്സ്റ്റിൽ വരച്ചിട്ട് വേണം മിസ്സിന്റെ ഈ ക്ലാസ് കാണാൻ. ടെക്സ്റ്റിൽ വരച്ചിട്ട് മിസ്സിന്റെ ഈ ക്ലാസ് കാണും. മിസ് ഓരോ നമ്പർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ പൗസ് ചെയ്തിട്ട്, നിങ്ങൾ മിസ്സിന്റെ വീഡിയോ പൗസ് ചെയ്തിട്ട് ഇത് കൗണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ, എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാരും എന്തെടുക്കണം? മിസ്സിന്റെ ഫോട്ടോ, മിസ് ഈ വർക്ക് ചെയ്തേക്കുന്ന ഈ പേജിന്റെ ഫോട്ടോ മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരും. അതെല്ലാവരും അവനവന്റെ ടെക്സ്റ്റില് ഒരു പേനയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെനോ എന്തെങ്കിലും യൂസ് ചെയ്ത് മിസ് വരച്ചേക്കുന്ന പോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് വേണം മാർക്ക് എന്റെ ABCD എന്നീ ABCD നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്താണ് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മിസ് പറയുന്ന ഓരോ കൗണ്ടും എത്ര നമ്പർ ഓഫ് ഫുൾ ഫിൽഡ് സ്ക്വയർസ് ഉണ്ട് ഏഴകത്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മിസ്സിന്റെ വീഡിയോ പൗസ് ചെയ്തിട്ട് എത്ര ഫുൾ ഫിൽഡ് സ്ക്വയർസ് ഉണ്ടെന്ന് എണ്ണി നോക്കാൻ ശ്രമിക്കണം. എത്ര ഹാഫ് ഫിൽഡ് ഉണ്ടെന്ന് മിസ് പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കൗണ്ട് ചെയ്യാൻ ശ്രമിക്കണം. മിസ് പറയുന്ന കൗണ്ട് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് കൗണ്ട് ചെയ്യാൻ
ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഹാൻഡിന് ട്രേസ് വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ടെക്സ്റ്റിലുള്ള ഫിഗർ ആണ് മിസ് പഠിക്കുന്നത്. ഇതേ സെയിം മെത്തേഡ് ആണ് നിങ്ങളുടെ കൈയുടെ ട്രേസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓർക്കുക, മിസ് ആദ്യമേ ടെക്സ്റ്റിൽ വരയ്ക്കുക, എന്നിട്ട് മിസ് പറയുന്ന ഓരോ കാര്യങ്ങളും കൗണ്ട് ചെയ്യാൻ ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. ഇനി അപ്പോൾ എയുടെ കാര്യം കഴിഞ്ഞു, ബിയുടെ കാര്യം കഴിഞ്ഞു, സിയുടെ കാര്യം കഴിഞ്ഞു, ഡിയുടെ കാര്യം കഴിഞ്ഞു, ഇയുടെ കാര്യം കഴിഞ്ഞു അല്ലെ. നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓരോന്നിന്റെ ഏരിയ കണ്ടുപിടിച്ച് ടോട്ടൽ ഏരിയ ആഡ് ചെയ്താൽ പോരെ. ടോട്ടൽ ഏരിയ ആഡ് ചെയ്താൽ എന്താണ്? ഈ ടൈഗറിന്റെ ഈ ഫുട് പ്രിന്റിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. ഈ ഓരോ ഫിഗേഴ്സിന്റെ ഏരിയ ആഡ് ചെയ്യണം. ഇനി മിസ് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയർസ് എത്രയാണ്? 5. 5 പ്ലസ് ഇനി നമ്പർ ഓഫ് ഹാഫ് ഫിൽഡ് സ്ക്വയർസ് എത്രയാണ്? 3. അതെന്താണ്? ഓരോ സ്ക്വയറിനെ പകുതി ഭാഗത്തൂടെ പോയിട്ടുള്ളൂ. അപ്പൊ ഇതിന് ടോട്ടൽ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ 3 into 1/2 ഹാഫ് ഫിൽഡ് ആണ്. പ്ലസ് അല്ലേ, ഈ നമ്പർ ഓഫ് ഹാഫ് ഫിൽഡ് സ്ക്വയർസ് ആണ്. കണ്ടില്ലേ, ഓരോന്നിന്റെയും ബൗണ്ടറി ഈ സ്ക്വയറിന്റെ പകുതി ഭാഗത്തൂടെ പോയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ടോട്ടൽ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആ പകുതി ഭാഗത്തിന്റെ ഏരിയ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതുകൊണ്ട് നമ്പർ ഓഫ് ഹാഫ് ഫിൽഡ് സ്ക്വയർസ് എന്നാണ് 3 into 1/2 പ്ലസ് ഇനി മോർ ദാൻ ഹാഫ് ഫിൽഡ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നോക്കിക്കേ, ചെറിയൊരു ഭാഗം മാത്രമേ അവിടെ ടൈഗറിന്റെ കാല് പതിയാനുള്ളൂ. കണ്ടില്ലേ, ഇത് ഈ സ്ക്വയറിന്റെ ഇത്രയും ഭൂരിഭാഗം, ഇത്രയും ഭാഗം, ഹാഫിനെ കാട്ടി കൂടുതൽ ഭാഗവും ഈ ടൈഗറിന്റെ ഫുട് പ്രിന്റിന്റെ ബൗണ്ടറിയുടെ അകത്തുണ്ട് അല്ലെ. ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ സ്ക്വയറിന്റെ വെളിയിലായിട്ടുള്ള. ബാക്കി ഭൂരിഭാഗം സ്ക്വയറിന്റെ ഭാഗങ്ങളെല്ലാം എന്താണ്? ഈ ഫുട് പ്രിന്റിന്റെ അകത്താണ്. അപ്പൊ നമുക്ക് ഇതിനെ 7 ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യാം. ഫുൾ സ്ക്വയർസ് ടോട്ടൽ നമ്പർ കിട്ടി, 5 ആണ് കിട്ടി. ഹാഫ് ഫിൽഡ് സ്ക്വയർസ് 3 ആണ്. അത് ഹാഫ് ഏരിയ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി മോർ ദാൻ ഹാഫ് ആകുമ്പോഴോ ഭൂരിഭാഗം, ഒരു സ്ക്വയറിന്റെ ഭൂരിഭാഗവും എന്താണ്? ഈ ഫുട് പ്രിന്റിന്റെ അകത്ത് വരുന്നതാണ്. കുറച്ച് ഭാഗം മാത്രമേ, ആ സ്ക്വയറിന്റെ കുറച്ച് ഭാഗം മാത്രമേ വെളിയിലുള്ളൂ. അപ്പൊ നമ്മളത് അതേ നമ്പർ ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ 5 plus 3 into 1/2 plus 7. 5 plus 3 into 1/2 half ആണ്. 3 into 1/2 plus 7. എന്താണ് ആൻസർ? എന്താ ആൻസർ കിട്ടും? ചെയ്ത് നോക്കിക്കേ. is equal to 13.5 square centimeter. Okay, 13.5 square centimeter ഏരിയ കിട്ടും. കാരണം എന്താണ്? സെന്റിമീറ്റർ അനുസരിച്ചാണ് ഓരോ സ്ക്വയറിന്റെ ലെങ്തും ബ്രെഡ്ത്തും. സോ ഏരിയ 13.5 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടും. ഇനി ഏരിയ ഓഫ് ബി എന്താണ്? 7 plus 1 into 1/2 plus 5 അല്ലേ. 7 plus 1 into ഇതിന് ഹാഫ് ഫിൽഡ് അല്ലേ, അപ്പൊ എന്റെ പകുതി ഇട്ടാൽ മതിയല്ലോ. 1 into 1/2 plus 5 മോർ ദാൻ ഹാഫ് ആണ്. അതേ നമ്പർ തന്നെ എടുക്കാം. സോ എന്താണ് ആൻസർ? ആൻസർ ഈസ് 12.5. 12 ആട്ടോ. 12.5 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഏരിയ ഓഫ് സി എത്ര ഫുൾ ഫിൽഡ് സ്ക്വയർസ് ഉണ്ട്? 6 പ്ലസ് എത്ര ഹാഫ് ഫിൽഡ്? 1 into 1/2 പ്ലസ് എത്ര മോർ ദാൻ ഹാഫ്? 8. 6 പ്ലസ് 1 into 1/2 പ്ലസ് 8. എന്താണ് ആൻസർ? എന്താ ആൻസർ കിട്ടും? 14.5 സ്ക്വയർ സെന്റിമീറ്റർ. ആഡ് ചെയ്ത് നോക്കണേ. ആഡ് ചെയ്തിട്ട് മിസ് പറയുന്നത് പോലെ കോപ്പി അടിക്കാതെ സ്വന്തമായിട്ട് ആഡ് ചെയ്ത് നോക്കണം. എന്നാലേ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത് നോക്കി, ഡിയുടെ എത്രയാണ്? ഈ 5 പ്ലസ് എത്രയുണ്ട്? ഹാഫ് ഫിൽഡ് 1 into 1/2 പ്ലസ് എത്ര മോർ ദാൻ ഹാഫ്? 4 ആണല്ലേ. സോ എന്ത് എഴുതും? 5 plus 1 into 1/2 plus 4 is equal to എന്ത് ആൻസർ കിട്ടും? 9.5 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. 9.5 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി എത്ര ഫുൾ ഫിൽഡ് സ്ക്വയർസ് ഉണ്ട്? 98 പ്ലസ് എത്ര ഹാഫ് ഫിൽഡ്? 8. അപ്പൊ 98 പ്ലസ് 8 into 1/2 പ്ലസ് എത്ര മോർ ദാൻ ഹാഫ്? 14. ആഡ് ചെയ്ത് എന്ത് ആൻസർ കിട്ടും? 116 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. 116 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എയുടെ ഏരിയ കിട്ടി അല്ലെ.
ബിയുടെ ഏരിയ കിട്ടി, സിയുടെ ഏരിയ കിട്ടി, ഡിയുടെ ഏരിയ കിട്ടി, ഇയുടെ ഏരിയ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഈ ഫുട് പ്രിന്റിന്റെ ടോട്ടൽ ഈ ടൈഗറിന്റെ ഈ ഫുഡിന്റെ ട്രേസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ഓരോ ഷേപ്പിന്റെ ഏരിയ ആഡ് ചെയ്താൽ പോരെ? നമുക്ക് ആഡ് ചെയ്യാം. ടോട്ടൽ ഏരിയ ഓഫ് ഫുട് പ്രിന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 13.5 പ്ലസ് 12.5 പ്ലസ് 14.5 പ്ലസ് 9.5 പ്ലസ് 116 ഇസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഏരിയ 166 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ടോട്ടൽ ഏരിയ ഓഫ് ദ ഫുട് പ്രിന്റ് എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ഫുട് പ്രിന്റ് എന്താണ്? ഇതിന് ഓരോന്നിന്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. 13.5 പ്ലസ് 12.5 പ്ലസ് 14.5 പ്ലസ് 9.5 പ്ലസ് 116.5 ടോട്ടൽ ഏരിയ എന്താണ്? 166 സ്ക്വയർ സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായോ? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. മിസ്സിൽ തന്നേക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട്, മിസ് തന്നേക്കുന്ന ഫിഗർ വെച്ച്, ടെക്സ്റ്റിലുള്ള ഈ ഫിഗർ വെച്ചിട്ട് സ്വന്തമായിട്ട് കൗണ്ട് ചെയ്യുക. സ്വന്തമായിട്ട് ഹാഫ് ഫീൽഡ്, സ്വന്തമായിട്ട് കംപ്ലീറ്റ് ഫീൽഡ് സ്ക്വയർസും, സ്വന്തമായിട്ട് നോ മോർ ദാൻ ഹാഫ് ഫീൽഡ് സ്ക്വയർസും കണ്ടുപിടിക്കുക. കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ്? കംപ്ലീറ്റ് ഫീൽഡിന്റെ സ്ക്വയർസ് അത് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. +5 പ്ലസ് ഇനി ഹാഫ് ഫീൽഡിന്റെ അത് ഹാഫ് എടുക്കാൻ പറ്റൂ. ഇവിടെ 3 ആണെങ്കിൽ 3 ഇൻറ്റു പ്ലസ് 3 ഇൻറ്റു 1/2. ഇനി മോർ ദാൻ ഹാഫ് ഫീൽഡിന്റെ അത് ഒന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് എന്താണ്? ഇവിടെ 7 ആണ്. 7 5 പ്ലസ് 3 ഇൻറ്റു 1/2 പ്ലസ് 7 എന്നിട്ട് 13.5. അങ്ങനെ ഓരോന്നിന്റെ ഏരിയ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് മിസ്സിന് ഹോംവർക്ക് ഇട്ട് തരണം കേട്ടോ. ഇതുപോലെ ടേബിള് വെച്ച് മിസ്സിന് ഹോംവർക്ക് ഇട്ട് തരിക. ഈ ഫിഗർ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, നോട്ട് ബുക്കിൽ തന്നെ ഇതിന്റെ വർക്ക് എല്ലാം ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ഇട്ട് തരണം. അപ്പോൾ ടൈഗറിന്റെ ഫുട് പ്രിന്റ് ഇറഗുലർ ഷേപ്പ് ആയിട്ട് പോലും നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ? ആ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കൈയുടെ ട്രേസ് വരച്ചിട്ട് എന്താണ് അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രേസ് യുവർ ഹാൻഡ് ഓൺ എ സ്ക്വയർ ഷീറ്റ് ഓൺ ദ നെക്സ്റ്റ് പേജ്. ഒന്നെങ്കിൽ ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ, സുഹൃത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ കൂട്ടുകാരൊന്നും അടുത്തില്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ സിബ്ലിങ്സിന്റെ ആരെങ്കിലും, ഒന്നെങ്കിൽ നിങ്ങളുടെ അനുജനാവാം, അല്ലെ അനിയത്തിയാവാം, അല്ലെ ഇക്ക ആവാം, അല്ലെ ഇട്ടിയാവാം, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെയും കൂടെ കൈയുടെ ട്രേസ് വരയ്ക്കണം. നിങ്ങളുടെ കൈയുടെ ട്രേസ് വരയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വ്യക്തിയുടെ കൈയുടെ ട്രേസും വരയ്ക്കണം. ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ 1 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ ബ്രെഡ്ത്തും വരുന്ന കോളംസ് അല്ലെ സ്ക്വയർസ് വരുന്ന ഷീറ്റ് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. വരച്ചിട്ട് എന്താണ്? വരച്ചിട്ട് അതിനകത്ത് വേണം നിങ്ങളുടെ ഇഷ്ടമുള്ള വ്യക്തിയുടെയും കൈയുടെ ട്രേസ് വരച്ചിട്ട് മിസ് ഈ ടൈഗറിന്റെ ഫുട് പ്രിന്റിൽ ചെയ്ത പോലെ സ്ക്വയർസിന്റെ എത്ര പെർഫെക്റ്റ് സ്ക്വയർസ് എന്തുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ട് എന്താണ് ഇതുപോലുള്ള ടേബിളൊക്കെ കണ്ടില്ലേ? മിസ് ഫുട് പ്രിന്റ് ടൈഗറിന്റെ വരച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ മിസ് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിലും ട്രേസ് വരച്ചിട്ട് എന്താണ് നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയർസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ഹാഫ് ഫീൽഡ് സ്ക്വയർസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോർ ദാൻ ഹാഫ് ഫീൽഡ് സ്ക്വയർസ് കണ്ടുപിടിക്കുക, ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക. ഇതുപോലൊരു കോളം വരയ്ക്കുക. നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ പേര് എന്താണ് അത് മുകളിൽ എഴുതുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് എന്താണ് അതിന്റെയും പേര് മുകളിൽ എഴുതുക. എന്നിട്ട് എന്താണ് കൈയുടെ പടം ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ വേണം, ചെക്ക് ബുക്കിന്റെ ഒരു പേപ്പറിൽ ചെക്ക് ലൈൻസ് ഇതുപോലെ വരച്ചിട്ട് അത് നിങ്ങളുടെ കൈയുടെ ട്രേസും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൈയുടെ ട്രേസും വരച്ചിട്ട് അത് നോട്ട് ബുക്കിൽ പേസ്റ്റ് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റിലാണ് ചെയ്യുന്നെങ്കിൽ പേസ്റ്റ് ചെയ്യണ്ട, ഒട്ടിക്കണ്ട. ഇവിടെ തന്നെ ഈ 2 കൈ ഇവിടെ തന്നെ വരച്ചാൽ മതി. പക്ഷെ ടെക്സ്റ്റിലല്ല മറ്റൊരു പേപ്പറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ വരച്ച പേപ്പർ നോട്ട്ബുക്കിൽ ഒട്ടിച്ചിട്ട് എന്താണ് ഈ ടേബിൾ വരയ്ക്കുക. നിങ്ങളുടെ പേരുടെ എഴുതുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റേ വ്യക്തിയുടെ കൈ വരച്ച മറ്റേ വ്യക്തിയുടെ പേരുടെ എഴുതുക. എന്നിട്ട് എന്താണ് നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയർസ്, നമ്പർ ഓഫ് ഹാഫ് ഫീൽഡ് സ്ക്വയർസ്, നമ്പർ ഓഫ് മോർ ദാൻ ഹാഫ് ഫീൽഡ് സ്ക്വയർസ്, ടോട്ടൽ ഏരിയ. സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെ, നിങ്ങൾ കൈയുടെ ട്രേസ് വെച്ചു. നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയർസ് ഒരു 15 ആണെന്നിരിക്കെ നമ്പർ ഓഫ് ഹാഫ് ഫീൽഡ് ഒരു 4 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എക്സാമ്പിൾ പറയണേ. നമ്പർ ഓഫ് മോർ ദാൻ ഹാഫ് ഫീൽഡ് ഒരു 7 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 15 പ്ലസ് 4 ഇൻറ്റു 1/2 പ്ലസ് 7. അപ്പൊ നിങ്ങളുടെ കൈയുടെ ഏരിയ കിട്ടും. കണ്ടില്ലേ?
ഇതിന്റെ പകുതി എടുക്കാവുള്ളൂ. ഈ നമ്പേഴ്സ് തമ്മിൽ നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഈ ഹാഫ് ഫീൽഡിന്റെ പകുതി എടുക്കാവുള്ളൂ കേട്ടോ. ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ ഹാഫ് ഫീൽഡിന്റെ പകുതി എടുക്കാവുള്ളൂ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൈയുടെ ഏരിയയും കിട്ടും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ വ്യക്തി ട്രേസ് വരച്ച കൈയുള്ള ആ വ്യക്തിയുടെ കൈയുടെ ഏരിയയും കിട്ടും. ഇങ്ങനെ രണ്ട് ഹാൻഡ്സിന്റെ ഏരിയ മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഇതുപോലെ ടേബിൾ നോട്ട് ബുക്കിൽ വരച്ച് മിസ്സിന് എല്ലാവരും ഇട്ട് വരണം. കൈയുടെ രണ്ട് പടവും നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വരയ്ക്കുക. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെ. നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ ഈ ടേബിളൊക്കെ കാണുമ്പോൾ എന്താണ് റെഫറൻസിന്റെ വരച്ച ഭാഗങ്ങൾ ടെക്സ്റ്റിലുണ്ടാവും. പക്ഷെ ടെക്സ്റ്റിൽ ഇല്ലെങ്കിലോ, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ടെക്സ്റ്റിലല്ല വരയ്ക്കുന്നതെങ്കിൽ എന്താ എല്ലാവരും ആ ചെക്ക് ലൈൻസിൽ ആ രണ്ട് കൈയുടെ ട്രേസും നോട്ട് ബുക്കിൽ പേസ്റ്റ് ചെയ്യണം, ഒട്ടിക്കണം മിസ് പറഞ്ഞതാ. പിന്നീട് ഒരു അവസരത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവണ്ടേ. അതുകൊണ്ട് ടെക്സ്റ്റിലല്ല വരയ്ക്കുന്നതെങ്കിൽ, ഹാൻഡ്സിന്റെ ട്രേസ് ടെക്സ്റ്റിലല്ല വരയ്ക്കുന്നതെങ്കിൽ നോട്ട് ബുക്കിൽ തന്നെ ആ പേപ്പർ ഒട്ടിക്കണം കേട്ടോ. ഒരു പേപ്പറിലാണ് വരച്ചിട്ട് ചെയ്യുന്നെങ്കിൽ ആ പേപ്പർ നോട്ട് ബുക്കിൽ പേസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ടേബിൾ വരച്ച് ഏരിയ കണ്ടുപിടിച്ച് മിസ്സിനെ ഹോംവർക്കായിട്ട് ഇട്ട് തരാൻ. ഓക്കെ, ഇനി മൈ ഫുട് പ്രിന്റ്സ്, നിങ്ങളുടെ കാൽപാദങ്ങളെ. മൈ ഫുട് പ്രിന്റ് ഇസ് ലോങ്ങർ, ഒരാൾ പറയാണ്. ബട്ട് മൈ ഫുട് പ്രിന്റ് ഇസ് വൈഡർ, മറ്റൊരാൾ പറയും പക്ഷെ എന്റെ കാൽപാദങ്ങൾ കുറച്ച് വീതി ഉള്ളതാണ്. സോ ഹൂസ് ഫുട് ഈസ് ബിഗർ, സോ ആരുടെ കാൽപാദങ്ങളായിരിക്കും വലുത്? Whose footprint is larger, your or your friends? അതായിരിക്കും നിങ്ങളുടേതാണോ നിങ്ങളുടെ സുഹൃത്തിൻ്റെതാണോ കാൽപാദങ്ങൾ ഏറ്റവും വലുത് ആരുടേതായിരിക്കും? വൈഡറാണ്. നമ്മളിപ്പോ നീളമുള്ള ഒരു കുട്ടിയും മണ്ണുള്ള ഒരു കുട്ടിയും ആർക്കാണ് നീളമുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ നീളമുള്ള കുട്ടിയുടെ കാര്യമല്ലേ പറയത്തുള്ളൂ. വണ്ണത്തിന്റെ കാര്യം നമ്മൾ നോക്കുവോ? ഇല്ല. സോ വണ്ണയില്ലാത്ത ഈ കുട്ടിയുടെ ഈ ഫിഗറിൽ ഈ കുട്ടിയുടെ കാൽപാദത്തിനായിരിക്കും അല്ലെ നീളം. ലോങ്ങർ, നീളം. അപ്പൊ നിങ്ങളെയാണോ നിങ്ങളുടെ സുഹൃത്തിന്റെ ആണോ കാൽപാദത്തിന്റെ നീളം? അത് കണ്ടുപിടിച്ചിവിടെ എഴുതുക കേട്ടോ. ഫുട് പ്രിന്റ് സുഹൃത്ത് വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മിസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കാൽപാദമാണോ എങ്കിൽ അത് ആരുടെയാണോ നിങ്ങൾ അവിടെ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കാൽപാദമാണോ വലുത്, നിങ്ങളുടേതാണോ വലുത്, അതിവിടെ എഴുതുക. നിങ്ങളുടേതാണെങ്കിൽ മൈ ഫുട് പ്രിന്റ് എന്ന് എഴുതുക. ഇനി ഹൗ വിൽ യു ഡിസൈഡ്, എങ്ങനെയാണ് നിങ്ങൾ ആ ഫുട് പ്രിന്റ് വലുതാണ് ചെറുതാണ് എന്ന് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയായിരിക്കും? ഏരിയ ആണെന്നിട്ട് അല്ലേ. സോ ഏരിയ എന്ന് എഴുതുക. ഹൗ വിൽ യു ഡിസൈഡ്? ബൈ മെഷറിംഗ് അല്ലെങ്കിൽ ബൈ കാൽക്കുലേറ്റിംഗ് ഏരിയ എന്ന് എഴുതുക. ഇനി ഈസ് ദ ഏരിയ ഓഫ് ബോത്ത് യുവർ ഫുട് പ്രിന്റ്സ് ആർ ദ സെയിം, നിങ്ങൾ രണ്ട് കാലുകളുടെയും ഫുട് പ്രിന്റ്സിന്റെ ഏരിയ സെയിം ആയിരിക്കുമോ? രണ്ട് ഷേപ്പ് മിറർ ഇമേജ് ആണെങ്കിലും ഏരിയ സെയിം ആയിരിക്കത്തില്ലേ? സെയിം ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. രണ്ട് കാൽപാദത്തിന്റെയും ഏരിയ സെയിം ആയിരിക്കും കേട്ടോ, നിങ്ങളുടേത്. ഇനി ഇവിടെ എന്താണ്? മൈ സ്കിൻ ഹാസ് മെനി ഫോൾസ്, സോ ഐ ഹാവ് എ ബിഗ് ഏരിയ. എന്റെ സ്കിൻ ഒരുപാട് എന്താണ് മടക്കുകളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ബിഗർ ഏരിയ ആയിരിക്കും. ദിസ് വേ ദ എയർ ഓവർ മീ കീപ്സ് മീ കൂൾ. അങ്ങനെയാണ് എന്റെ എന്താണ് ഈ ചുറ്റുമുള്ള എയർ എന്നെ തണുപ്പായിട്ട് സംരക്ഷിക്കുന്നത്. ഒരു എലിഫന്റ് പറയാനേ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് മൈ ഫുട് പ്രിന്റ്, എന്റെ കാൽപാദത്തിന്റെ ഏരിയ എന്തായിരിക്കും? ഉറുമ്പ് പറയുക, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് മൈ ഫുട് പ്രിന്റ്, ഉറുമ്പിന്റെ കാൽപാദത്തിന്റെ ഏരിയ എന്തായിരിക്കും എന്ന് ഉറുമ്പ് ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഗസ് വിച്ച് ആനിമൽസ് ഫുട് പ്രിന്റ് ഹാവ് ദ സെയിം ഏരിയ ആസ് യുവേഴ്സ്. ഏത് ആനിമലിന്റെ ഫുട് പ്രിന്റിനാണ് നിങ്ങളുടെ കാലിന്റെ ഫുട് പ്രിന്റുമായിട്ട് സെയിം ഏരിയ വരുന്നത്? ഏത് ആനിമലിന്റെ ആയിരിക്കും? ഏത് ആനിമലിന്റെ ആയിരിക്കും? ആനയുടെ ഫുട് പ്രിന്റ് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഉറുമ്പിന് കണ്ടില്ലേ, ഒരു കുഞ്ഞു ഡോട്ട. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാൽപാദത്തിന്റെ ഏരിയ അതേ ഏരിയ വരുന്ന ഒരു ആനിമലിന്റെ പേര് പറയാൻ പറ്റുമോ? നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ. മിസ് ഒരു എക്സാമ്പിൾ പറയാം. ദ ഫുട് പ്രിന്റ് ഓഫ് എ കൗ ഓർ എ ബഫലോ മേ ബി ചിലപ്പോൾ സിമിലർ ഇൻ ഏരിയ ആസ് മൈ ഫുട് പ്രിന്റ്. അവിടെ എഴുതുക. ചിലപ്പോൾ ഒരു പശുവിന്റെയോ നമ്മൾ ടൈഗറിന്റെ അടുത്ത് നോക്കിയപ്പോ കണ്ടില്ലേ, ഇത്രയും വന്നില്ലേ ചെക്ക് ലൈൻസിൽ വരച്ചപ്പോ ഇത്രയും വന്നു. അതുപോലെ ഒരു കൗവിന്റെയോ ഒരു ബഫലോയുടെയോ ചെക്ക് ലൈൻസിൽ ഫുട് പ്രിന്റ്സിന്റെ ഏരിയ വരച്ചിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്താണ് നിങ്ങളുടെ കാലുകളുടെ ഫുട് പ്രിന്റ്സിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്തായാലും രണ്ട് ഏകദേശം ഈക്വൽ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ്. ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ എഴുതുക ദ ഫുട് പ്രിന്റ്. നമുക്ക് എക്സാക്ട് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. പലരുടെ ആ കൈയുടെ അളവ് അല്ലെങ്കിൽ കാലിന്റെ അളവൊക്കെ വ്യത്യാസമാണ്. മനുഷ്യന്മാരാണ്
വ്യത്യാസപ്പെടും അല്ലെ. ചില വലിയ കുട്ടികളായിരിക്കും, ചില തീരെ കുഞ്ഞു കുട്ടികളായിരിക്കും. നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. എന്നാലും അവിടെ എഴുതുക the footprint of a cow or a buffalo may be similar in area as my footprint എന്ന് എഴുതുക. ഇനി here are some footprints of animals in actual sizes. This is the area of the footprint. കുറച്ച് ആനിമൽസിന്റെ ഫുട് പ്രിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ഡക്കിന്റെ കണ്ടില്ലേ, ഫസ്റ്റ് ഹെന്നിന്റെയാ. ഒന്നൊരു ഹെന്നിന്റെ ആണ്, സെക്കൻഡ് ഒരു ഡോഗിന്റെ ആണ്, തേർഡ് ഒരു ടൈഗറിന്റെ ആണ്. ടൈഗറിന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഹെന്നിന്റെയും ഈ ഡോഗിന്റെയും ഫുട് പ്രിന്റ്സിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏതാണ്? സെയിം മെത്തേഡ്. ഇതുപോലെ നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയർസ് ഉണ്ടോ എന്ന് നോക്കുക, നമ്പർ ഓഫ് ഹാഫ് ഇൻഡ് സ്ക്വയർസ് ഉണ്ടോ എന്ന് നോക്കുക, നമ്പർ ഓഫ് മോർ ദാൻ ഹാഫ് ഇൻഡ് സ്ക്വയർസ് ഉണ്ടോ എന്ന് നോക്കുക, ഹെൻ എന്നും ഡോഗ് എന്നും എഴുതുക. കറക്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഹാഫ് ഇൻഡിന്റെ അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് സെയിം നമ്പറായിട്ട് കൂട്ടാം. ഇതിന്റെ ഹാഫ് എടുക്കാൻ പറ്റുള്ളൂ, ഹാഫ് ഇൻഡ് സ്ക്വയർസ് ആണ്. പിന്നെ ഇതിന്റെ സെയിം നമ്പർ എടുക്കാം, ഏരിയ കണ്ടുപിടിക്കാം. മിസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹെന്നിന്റെ കംപ്ലീറ്റ് സ്ക്വയർസ് ഒന്നുമില്ല, ഹാഫ് ഇല്ല, മോർ ദാൻ ഹാഫ് ഇല്ലേ ഉള്ളൂ. എന്നാലും ഏരിയ ഓഫ് ദ ഹെന്നിന്റെ 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇനി ഡോഗിന്റെയോ ഏരിയ ഓഫ് ഡോഗിന്റെത് 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഓക്കെ, 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇതുപോലെ ടേബിൾ വരച്ച് ഹെൻ എന്നും ഡോഗ് എന്നും എഴുതി കംപ്ലീറ്റ് സ്ക്വയർസ് കണ്ടുപിടിച്ച്, ഹാഫ് സ്ക്വയർസ് കണ്ടുപിടിച്ച്, മോർ ദാൻ ഹാഫ് സ്ക്വയർസ് കണ്ടുപിടിച്ച്, ഏരിയ കണ്ടുപിടിച്ച് 3 സ്ക്വയർ ആണ് കിട്ടുന്നത് നോക്കുക. ഹെന്നിന് 3 സ്ക്വയർ കിട്ടും. ടോട്ടൽ ഏരിയ 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഈ ഡോഗിന് ടോട്ടൽ ഏരിയ 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇത് തന്നെ കിട്ടുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടേബിൾ വരച്ച്, ഈ പടം ഇവിടെ ഉണ്ട്, ഈ പടം വെച്ച് അത് റെഫറൻസിന് ഉപയോഗിക്കുക. ഈ പടം നോട്ട്ബുക്കിൽ വരയ്ക്കണ്ട, പക്ഷെ ടേബിൾ വരച്ച് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഹെന്നിന് ടോട്ടൽ ഏരിയ 3 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടും, അതുപോലെ ഡോഗിന് 10 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടും. സോ എന്താണ് ഹോംവർക്ക്സ് എന്തൊക്കെയുണ്ട്? ടൈഗറിന്റെ ഇതിന്റെ ടേബിള്, ഈ പടം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മിസ്സി മാർക്ക് ചെയ്തേക്കുന്ന പോലെ മിസ്സിന്റെ ഫോട്ടോ കണ്ടിട്ട് മാർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ടേബിള് മിസ്സിനകത്തെ ബോഡി വരച്ചിരുന്നു, അതെല്ലാവരും നോട്ട്ബുക്കിൽ ചെയ്യുക. ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെയും നിങ്ങളുടെയും ഹാൻഡ്സിന്റെ ട്രേസ് വരച്ച് അതിന്റെ ഏരിയ ഇതുപോലെ ടേബിളും വരച്ച് കണ്ടുപിടിച്ച് മിസ്സിന് ഹോംവർക്ക് ഇട്ട് തരണം. പിന്നെ എന്താണുള്ളത്? ഇനി ഇതിന്റെ ഈ ഹെന്നിന്റെ ഡോഗിന്റെ ഇതുപോലെ ടേബിൾ വരച്ച് ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് എന്താണ് ഈ ടേബിൾ വരച്ച് ഹെൻ ഡോഗ് എന്ന ടേബിൾ വരച്ച് പറ്റുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതി ഈ ഹെൻ ഡോഗ് എന്ന 2 ഹെഡിങ്സും കൊടുത്ത് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ച് മിസ്സിന്റെ ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരിക. ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. മിസ് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും മിസ്സിനെ ഹോംവർക്ക് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷ.